രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് താനെന്ന് മന്ത്രിസ്ഥാനം ഉറപ്പിച്ച CP ജോൺ 24-നോട് പറയുന്നു. മുഖ്യമന്ത്രി പറയുന്ന വകുപ്പ് ഏറ്റെടുക്കും. സഹകരണ വകുപ്പിന് സഹകരണ വകുപ്പാണോ അതോ മറ്റേതെങ്കിലും വകുപ്പാണോ എന്നതിൽ ചർച്ച നടക്കുന്നുവെന്നും CP ജോൺ പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ദീപക് ധർമ്മടം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു, ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഈ ഘട്ടത്തിൽ ക്യാബിനറ്റിലേക്ക് എത്തുന്ന ഒരു ശക്തൻ, ഒരു പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻ, സീസൺഡ് പൊളിറ്റീഷ്യൻ CP ജോൺ നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം ആൻഡ് കൺഗ്രാജുലേഷൻ. CP കുറേ കാലമായുള്ള ഒരു രാഷ്ട്രീയ നിലപാടിനുള്ള അംഗീകാരമാണ്. എന്താണ് ആദ്യത്തെ കമൻറ്റ്? തീർച്ചയായിട്ടും വളരെ അഭിമാന നിമിഷമാണ് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. വ്യക്തിപരമായി എനിക്ക് തന്നെയാണ്. നീണ്ടകാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഘട്ടമാണ്. തീർച്ചയായിട്ടും ഞാനിതിനെ ഒരു പൊളിറ്റിക്കൽ വർക്കായിട്ടാണ് കാണുന്നത്. ഇതൊരു നിർണായക നിമിഷമാണ്. 2001 ഇതേപോലെ നല്ല മികച്ച ഒരു വിജയമുണ്ടായി. 2011 നമ്മൾ 72 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അന്ന് 480 വോട്ടിന് തോറ്റ് ഞാൻ 73-ാം നമ്പറുകാരനായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിജയമല്ല ഇത്തവണ UDF കൈവന്നിട്ടുള്ളത്. അപ്പോൾ UDFൻ്റെയും ഒരു ഹിസ്റ്റോറിക് മൊമെൻ്റാണ്. ഈ വകുപ്പ് അങ്ങേക്ക് പരിചിതമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യൽ? വകുപ്പ് നമ്മൾ ചോദിച്ചത് നമ്മുടെ പഴയ വകുപ്പുകൾ തന്നെയാണ്. അത് ഇതുവരെ മുഖ്യമന്ത്രി അത് ഫിക്സ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അതല്ല, മറ്റു ചില വകുപ്പുകളും കൂടി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. സഹകരണ വകുപ്പ് തരാനുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് എന്താണ് UDF പറയുന്നത്? അല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രെറഗേറ്റീവ് അല്ലേ. അദ്ദേഹത്തിൻ്റെ തീരുമാനം ഒരു മുന്നണിയാകുമ്പോൾ ചർച്ചയിൽ കൂടെ തീരുമാനിക്കുന്നു. പക്ഷെ അന്തിമ തീരുമാനം അദ്ദേഹത്തിൻ്റെ. ഇത് ചോദിക്കാമല്ലോ, കാരണം സഹകരണ വകുപ്പ് അല്ലെങ്കിൽ ഗതാഗത വകുപ്പിൽ CMP തൃപ്തമാണ്. അത് അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്തതിന് ശേഷം വേറൊരു വകുപ്പും ആവാമല്ലോ. ആണ് അതിനിടയിൽ ഞാനൊരു കമൻറ്റ് പറയുന്നത്. ശരി, ഇനി അവസാനത്തെ ചോദ്യം, മന്ത്രി എന്നുള്ള നിലയിലുള്ള ആദ്യത്തെ പ്രയോറിറ്റി? അത് വകുപ്പ് പറഞ്ഞിട്ട് ഞാൻ പറയാം. എന്നാലും ഒരു പൊതു പ്രയോറിറ്റി ഉണ്ട്. അല്ല, ഏത് വകുപ്പാണെന്നല്ലേ ഞാൻ പറയാൻ പാടുള്ളൂ അല്ലേ. അത് ഏത് വകുപ്പാണെന്ന് അറിഞ്ഞിട്ട് പറയുന്നല്ലേ നല്ലത്. തീർച്ചയായിട്ടും ജനകീയമായൊരു നടപടി എടുക്കുക, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു, എല്ലാവരെയും ബാധിക്കുന്നൊരു, അങ്ങനെ പറയാം. എല്ലാവർക്കും ഏത് വകുപ്പായാലും ആ വകുപ്പിലൂടെ ജനങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം ചെയ്യുക. എല്ലാ ആശംസകളും. താങ്ക് യു. വളരെ കൃത്യമായി തന്നെ വകുപ്പ് ഏതെന്നറിഞ്ഞ് കാര്യങ്ങൾ കൂടുതൽ പറയാം. പക്ഷേ എല്ലാ ജനങ്ങൾക്കും ഗുണകരമായ തീരുമാനമായിരിക്കും, അതിനായിരിക്കും മുൻഗണന എന്നുള്ളതാണ് CP ജോൺ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ രാജേഷ് വള്ളരിക്കുണ്ടിനൊപ്പം തിരുവനന്തപുരത്തു നിന്നും ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.